മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള സംസ്ഥാന സർക്കാരിന്റെ കടന്നുകയറ്റമാണ് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി ഓഫീസിലെ SFI അതിക്രമം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് PC വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി പോവുകയാണ്. തിരുവനന്തപുരത്ത് നിയമസഭയിൽ നിന്നും ശരത് K ശശി ചേരുന്നു. ശരത്, പ്രതിപക്ഷം പ്രധാനമായും ഇന്ന് സഭയിൽ ഉന്നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിച്ച കാര്യങ്ങൾ? കമലേഷ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതും അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റിന്റെ ബ്യൂറോയിൽ, കോഴിക്കോട് ബ്യൂറോയിൽ പോലീസ് റെയ്ഡ് നടത്തിയ വിഷയവും കൂടാതെ കൊച്ചിയിൽ SFI പ്രവർത്തകർ ഏഷ്യാനെറ്റ് ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറിയ വിഷയവുമാണ് ഇന്ന് പ്രതിപക്ഷം സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിക്കൊണ്ട് ഉന്നയിച്ചത്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ സർക്കാരിന്റെ കടന്നാക്രമണം ഉണ്ടാകുന്നുവെന്നാണ് പ്രതിപക്ഷം ഈ അടിയന്തര പ്രമേയത്തിലൂടെ ചൂണ്ടിക്കാണിക്കാൻ ലക്ഷ്യമിട്ടത്. ഇതിന് മറുപടി നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റിനെതിരായി കടുത്ത വിമർശനങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ച, നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി മറുപടി നൽകിയ ഘട്ടത്തിൽ ഈ പരാതിക്കൊക്കെ തന്നെ നിദാനമായ പെൺകുട്ടിയുടെ ബൈറ്റ് അത് വ്യാജമാണോ എന്നൊന്നും തന്നെ മുഖ്യമന്ത്രി ആ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യത്തിന് മറുപടി നൽകിയ ഘട്ടത്തിൽ സ്ഥിരീകരിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് സഭയിൽ അക്കാര്യം മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇത് വ്യാജമായി സൃഷ്ടിച്ചതാണ്. യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയുടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ആ ബൈറ്റ്, അതിനകത്ത് ഉൾപ്പെടുത്തിയ ബൈറ്റ്, അത് തെറ്റായി തന്നെ ചിത്രീകരിച്ചതാണെന്ന കാര്യമാണ് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് നടപടിയെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. ഒരു ക്രിമിനൽ കേസിൽ തൊഴിൽ നോക്കിക്കൊണ്ടല്ല നിയമ നടപടി ഉണ്ടാവുക എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാധ്യമ പ്രവർത്തനത്തിന്റെ പരിരക്ഷ ഇത്തരം ക്രിമിനൽ കേസുകളിൽ ആവശ്യപ്പെടാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ പരിരക്ഷ വേണമെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. കൂടാതെ പരാതി ഒരു മാധ്യമവുമായി ബന്ധപ്പെട്ടു എന്ന് കരുതിക്കൊണ്ട് പോലീസിന് അന്വേഷിക്കാതിരിക്കാൻ സാധിക്കില്ല. കുറ്റം ചെയ്തത് മാധ്യമപ്രവർത്തകരാണെങ്കിൽ നടപടി വേണ്ട എന്ന് CRPCയോ IPCയോ പറയുന്നില്ല എന്നടക്കം മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർ എന്നും പൗരന്മാരെന്നും രണ്ട് തരത്തിൽ ഭരണഘടന ഈ ആളുകളെ വേർതിരിക്കുന്നില്ല, രണ്ടായി കാണുന്നില്ല എന്നും മുഖ്യമന്ത്രി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചു. SFI പ്രവർത്തകരുടെ അതിക്രമവുമായി ബന്ധപ്പെട്ട കേസ് പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇക്കാര്യത്തിൽ ഈ SFI പ്രവർത്തകരുടെ നടപടിയെ ഏതായാലും സഭയിൽ അദ്ദേഹം ന്യായീകരിക്കാൻ തയ്യാറായിട്ടില്ല. പകരം അക്കാര്യത്തിൽ നിയമ നടപടി ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിൽ പോലീസ് ആ വിഷയവും സമഗ്രമായി തന്നെയാണ്, അല്ലെങ്കിൽ അതിലും നിഷ്പക്ഷമായി തന്നെയാണ് നീങ്ങുന്നത് എന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും മറുപടി ഉണ്ടായത്. ഏതായാലും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചത് ഒരുപക്ഷെ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു വ്യാജമായ ഉള്ളടക്കമെന്ന് പറയാനാകില്ല. പകരം ആ സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ആ വീഡിയോ യഥാർത്ഥമല്ല എന്ന് എഴുതി കാണിക്കാമായിരുന്നു. അങ്ങനെ ഒരു സാങ്കേതികത്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വേട്ടയാടാൻ വേണ്ടി, ഏഷ്യാനെറ്റിനെ വേട്ടയാടുന്നതിന് വേണ്ടി സർക്കാർ അവസരം ഉപയോഗിക്കുന്നത് എന്ന വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പരാതിക്കാരന്റെ മൊഴി പോലും, ഈ ഏഷ്യാനെറ്റിനെതിരായ പരാതിയിൽ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിന് പോലും മുൻപ് പോലീസ് റെയ്ഡ് നടത്തുന്ന ഒരു സാഹചര്യം. ആസൂത്രിതമായി തന്നെയാണ് ഈ നീക്കങ്ങൾ നടക്കുന്നത്. അതിന്റെ കൃത്യമായ സൂചനയാണ് PV അൻവർ MLA ഫെബ്രുവരിയിൽ തന്നെ ഇത്തരം ഒരു ചോദ്യം ഉന്നയിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഉണ്ടായ സംഭവ വികാസങ്ങൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ ഇതൊരു ആസൂത്രിതമായ നീക്കമാണെന്ന് മനസ്സിലാകുമെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു. ഏതെങ്കിലും തരത്തിൽ പ്രക്ഷേപണവുമായി ബന്ധപ്പെട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം, പക്ഷേ ഇവിടെ അത് ഒരു വേട്ടയാടുന്നതിനുള്ള അവസരമായി ഉപയോഗിക്കുന്നു എന്ന വിമർശനം പ്രതിപക്ഷം സർക്കാരിനെതിരെ ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ BBC റെയ്ഡുമായി ഈ വിഷയത്തെ താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു പ്രതിപക്ഷത്ത് നിന്ന് PC വിഷ്ണുനാഥ്, അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ PC വിഷ്ണുനാഥ് വിമർശനം കടുപ്പിച്ചത്. BBCയുടെ റെയ്ഡിന്റെ കാലത്ത് വലിയ വിമർശനം ഉന്നയിച്ച മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ അതേ നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യമായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ PC വിഷ്ണുനാഥ് ചോദിച്ചത്. ഏതായാലും അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ
പ്രതിപക്ഷ നേതാവ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ഇപ്പോൾ ഏഷ്യാനെറ്റിനെതിരെ ഇങ്ങനെ സർക്കാർ സംവിധാനങ്ങൾ തിരിയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് കണ്ണൂരിലെ CPM-മായി ബന്ധപ്പെട്ട പല വാർത്തകളും നൽകിയതിന്റെ പേരിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിൽ ഒരു വേട്ടയാടൽ നടക്കുന്നത് എന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയും ചെയ്തത്. കമലേഷ്. ശരത്, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യം എന്നത് ഈ കുറ്റകൃത്യം നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന സ്ഥാപനത്തിൻ്റെ വലുപ്പം നോക്കിയല്ല അന്വേഷണത്തിൻ്റെ വേഗം കൂട്ടണോ കുറയ്ക്കണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത്. അത്തരത്തിൽ സ്ഥാപനത്തിൻ്റെ വലുപ്പം നോക്കി അന്വേഷണത്തിൻ്റെ വേഗം കുറയ്ക്കാനാവില്ല എന്ന കൃത്യമായൊരു സൂചനയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഈ കേസിൻ്റെ ഗതി ആ നിലയിൽ തന്നെയാകും എന്ന, അല്ലെങ്കിൽ കൃത്യമായി സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ റെയ്ഡും നിർദ്ദേശത്തോടു കൂടിയാണ് ഈ റെയ്ഡ് നടന്നിട്ടുള്ളത് എന്ന് ഇക്കാര്യത്തിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ കേസിൻ്റെ ഗതി ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നുകൂടിയല്ലേ മനസ്സിലാക്കേണ്ടത്? കമലേഷ്, നിയമത്തിന്റെ വഴിക്ക് പോകും. അതിൽ പ്രത്യേകമായ ഒരു ഇടപെടലിന്റെ ആവശ്യമില്ല. അതാണ് സർക്കാർ ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്. ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്വാഭാവിക നടപടികൾ ഉണ്ടാകും. അതിൽ പ്രത്യേക ഇടപെടലുകളുടെ ആവശ്യം ഒന്നും തന്നെ ഇല്ല. ആ നടപടിയുടെ ഭാഗമായി പോലീസിന് സ്വാഭാവികമായും പരിശോധന നടത്തേണ്ടി വരും, ചോദ്യം ചെയ്യാൻ ആളുകളെ വിളിപ്പിക്കേണ്ടി വരും. അതുമാത്രമാണ് ഈ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത്. ആളുകളുടെ തൊഴിൽ നോക്കി, ഓരോ ക്രിമിനൽ കേസിൽ പെടുന്ന ആളുകളുടെ തൊഴിൽ നോക്കിക്കൊണ്ട് നടപടി സ്വീകരിക്കാനാകില്ല. അതുപോലെ തന്നെ ഒരു മാധ്യമപ്രവർത്തകനാണ് എന്നതിന്റെ പേരിൽ കുറ്റകൃത്യത്തിൽ നിന്ന് അല്ലെങ്കിൽ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് CRPCയോ IPCയോ പറയുന്നില്ല എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു. അതിൽ നിന്ന് കൃത്യമായ സൂചന ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ മുന്നോട്ട് പോകും. ഇതിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പരിരക്ഷ നൽകിക്കൊണ്ട് ഇപ്പോഴത്തെ ഈ ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഇളവുണ്ടാകില്ല എന്ന നിലപാട് അത് സർക്കാർ വ്യക്തമാക്കുന്നു. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി സഭയിൽ ഈ വാർത്തയിൽ നവംബറിൽ സംപ്രേഷണം ചെയ്ത ആ വാർത്തയിലെ ബൈറ്റ്, ആ കുട്ടിയുടെ ബൈറ്റ്, അത് വ്യാജമായി തന്നെ അതിനകത്തേക്ക് ഉൾച്ചേർത്തതാണ് എന്ന കാര്യം മുഖ്യമന്ത്രി സഭയിൽ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. വ്യക്തമാണ് ശരത്. ഏഷ്യാൻ ന്യൂസ് ഓഫീസിലെ പ്രതിഷേധവും ഈ വ്യാജ വാർത്ത ചമച്ചു എന്നാരോപിച്ചുകൊണ്ടുള്ള കേസുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്ന് സഭയിൽ വലിയ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്കും ചർച്ചകൾക്കും കാരണമായത്. ഇതിൽ SFIയുടെ പ്രതിഷേധ മാർച്ചുമായി ബന്ധപ്പെട്ട് കൊച്ചി ഓഫീസിലേക്കുള്ള ഏഷ്യാനെറ്റിൻ്റെ കൊച്ചി ഓഫീസിലേക്കുള്ള SFI മാർച്ചുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയെങ്കിലും ഇത് അനുവദിക്കപ്പെട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിപ്പോകുന്ന സാഹചര്യമാണുള്ളത്. ശരത് കെ ശശിയാണ് നിയമസഭയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.